പ്രൈസ് ലോർഡ്. എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ലൈവിൽ വരുവാൻ ദൈവം സഹായിച്ചോർത്ത് സകല മഹത്വവും യേശുവിന് അർപ്പിക്കുന്നു. ഞങ്ങളോട് ജോയിൻ ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ഞങ്ങളിന്ന് വ്യത്യസ്തമായിട്ട് നിന്നുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. ഇത്രയും നാൾ ഞങ്ങൾ ലൈവ് ചെയ്തതല്ല, ഇരുന്നു കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ദൈവത്തെ പാടി ആരാധിച്ചത്. എന്നാൽ ഇന്നൊന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നി. അതുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുവാനിടയായി തീർന്നത്. എന്നാൽ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തിയാലും അത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യമായിട്ട് ഞങ്ങൾ പാടുന്നത് എല്ലാവരും കൂടുതലും കേട്ടിട്ടുള്ള ഒരു സോങ് ആണ്. കൂടുതലും ഇത് മരണ കൊയർ, അതുപോലെ അവരെല്ലാമാണ് കൂടുതൽ പാടുന്നത്. മരണ വീട്ടിലാണ് കൂടുതലും കൊയറിൽ പാടുന്ന കേട്ടിട്ടുള്ളത്. എന്നാൽ ഇതൊരു പ്രത്യാശയുടെ ഗാനമാണ്. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോട് തുറങ്ങിടാൻ, എത്തുന്നേ ഞാനൻ നാഥൻ്റെ ചാരെ പിറ്റെന്നൊപ്പം ഉണർന്നിടാൻ എന്നാണ് ഈ പാട്ടുകാരൻ പറയുന്നത്. എന്നാൽ ഇത് കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്തം ദേശത്ത് പോകുമ്പോൾ എന്നാണ് പ്രത്യാശയോട് പറയുന്നത്. എന്നാൽ നമ്മൾ ആ സ്വന്തം ദേശത്ത് നമ്മുടെ സ്വർഗീയ നാട്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു ആനന്ദത്തോടുകൂടി, ആ ഒരു പ്രത്യാശയോടുകൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കണം. ആ ഒരു പ്രത്യാശ നൽകുന്ന സോങ്ങാണിത്. അതുകൊണ്ട് ഇത് പാടുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടാലും നമുക്ക് നിത്യമായ ഒരു വീട് സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് ഈ പാട്ട് പാടാം. അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാനും നാഥൻ്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാൻ നാഥൻ്റെ ചാരെ പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്തം ദേശത്ത് പോകുമ്പോൾ, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാൻ എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. ദേഹമെന്നൊരവസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴവേ, ഭൂമിയെന്നൊരക്കൂടു വിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ.
മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നുപോയി. ആദിവ്യാദികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരെ പിറ്റന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം. ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലാതെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരെ പിറ്റന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും ഗ്രഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരെ പിറ്റന്നൊപ്പമുണർന്നിടാൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ആ ഒരു പ്രത്യാശയോടെ പറയാൻ സാധിക്കണം, നമ്മുടെ ദേഹമെന്ന വസ്ത്രം ഊരിക്കൊണ്ട് ഹല്ലേലൂയ ആ സ്വർഗീയ ദേശത്ത് യേശുവിനോട് കൂടെ വാഴുവാൻ നമ്മൾ പോകുന്നു. അതുകൊണ്ട് ആ ഒരു പ്രത്യാശയോടെ നമുക്ക് പാടുവാൻ സാധിക്കണം. ഈ പാട്ട് വീണ്ടും അടുത്ത ഒരു പാട്ട് ഞങ്ങൾ പാടുവാൻ ആഗ്രഹിക്കുന്നത് ഒരു പഴയ സോങ്ങാണ്. നമ്മുടെ ആപത്ത് വേളകളിൽ, അതുപോലെ നമ്മുടെ ആനന്ദ വേളകളിൽ അകലാത്ത എന്നേശുവേ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. നമുക്ക് ആപത്ത് വരാം, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരാം, നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വരാം. എന്നാൽ ദുഃഖത്തിൻ്റെ വേളയിലും സന്തോഷത്തിൻ്റെ വേളയിലും നമ്മൾ നകന്നു പോകാത്ത യേശുവിൻ്റെ സ്നേഹത്തെയാണ് ഇതിൽ പാടുന്നത്. അതുപോലെ എൻ്റെ സ്റ്റാൻസ പറയുന്നു, കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോൽ തന്നിടുന്നു എന്നെ തൃക്കരൻ. കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് അങ്ങനെയാണ്, അത് ഒരുക്കി തീർത്ത് നല്ലൊരു പാത്രമാക്കി തീർക്കുന്ന ആ ഒരു സ്നേഹത്തെയാണ് നമ്മൾ വർണ്ണിക്കുന്നത്. അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ തന്നെ നമ്മുടെ ആപത്ത് ദുഃഖത്തിൻ്റെ വേളയിലായാലും നമ്മുടെ സന്തോഷത്തിൻ്റെ വേളയിലായാലും എന്നെ കൈവിടാത്ത യേശു എന്നോട് കൂടെയുണ്ട് എന്ന് ചേർന്ന് പറയാം.
ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ആ കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോൽ എന്നെ തന്നിടുന്നു തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ ദിവ്യഹിതം പോലെ ഏടയാമെന്ന്. ആ കുശവന്റെ കയ്യിൽ എങ്ങനെ കളിമൺ പാത്രമായിരിക്കുന്നു അതുപോലെ മെനഞ്ഞെടുത്ത് ആ നല്ലൊരു പാത്രമായി എന്നെ പണിതിടണമെന്ന് ഒരുമിച്ച് നമുക്ക് പറയാം. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ ദിവ്യഹിതം പോലെ ഏഴയാമെന്നെ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ച് ആശീർവദിക്കണേ. അങ്ങയുടെ ആത്മാവിനാൽ ഏഴെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. എനിക്കായി ആ മുറിവേറ്റ ആ കരങ്ങൾ എന്നെ വെച്ച എൻ്റെ തലയിൽ വെച്ച് ആശീർവദിക്കണമെന്ന് ഒരുമിച്ച് പാടാം. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ച് ആശീർവദിക്കണേ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ച് ആശീർവദിക്കണേ. മെനഞ്ഞിൽ മാവിനാലേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്താനുഗ്രഹിക്കണേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എൻ്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. ജീവിത പാതയിൽ പതറിടാതെ സ്വർഗ ഭവനത്തിൽ എത്തുവോളം. അതുപോലെ നമുക്ക് ചേർന്ന് പറയാം, എൻ്റെ ഹിതമല്ല ആ ദൈവത്തിൻ്റെ ഹിതം എങ്ങനോ അതെന്നിൽ നിവർത്തിക്കട്ടെ. എൻ്റെ ജീവിത പാതയിൽ പതറാതെ മുന്നേറുവാൻ ആ സ്വർഗീയ ഭവനത്തിൽ എത്തുവോളം. ഹല്ലേലൂയ. എൻ്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. എൻ്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും. ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ചേർന്ന് പാടാം. അകലാത്ത യേശുവേ,
അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആപത്ത് വേളകളിലും അതുപോലെ ആനന്ദ വേളകളിലും നമ്മളെ കൈവിടാത്ത യേശുവിൻ്റെ സ്നേഹത്തെയാണ് നമ്മൾ പാടിയത്. വീണ്ടും ദൈവത്തിന് നമ്മൾ ആരാധന കഴിക്കാം. ആരാധിക്കുന്നത് എങ്ങനെയെന്ന്, അതായത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചേരുമ്പോൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കണം, അത് സ്തോത്രത്തോടെന്നും നന്ദിയോടെന്നും നന്മയോർന്നും. നമ്മൾ സ്തോത്രം ചെയ്ത് നിർത്തുവാനല്ല, അതുപോലെ നന്ദി പറഞ്ഞ് നിർത്തുവാനല്ല, നന്മ പറഞ്ഞ് നിർത്തുവാനല്ല. ആരാധിക്കുന്നു ഞങ്ങൾ നിന്റെ സന്നിധിയിൽ വരുമ്പോൾ സ്തോത്രത്തോടെന്നും, അതായത് ദിനംപ്രതി ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ, ദൈവത്തിന് നന്ദി അറിയിക്കുക. അതുപോലെ ദിനംപ്രതി ആ നന്മ, ദൈവം ചെയ്ത ഓരോ നന്മകളും എണ്ണി എണ്ണി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന് ആരാധന കഴിക്കണം. അതുകൊണ്ട് ഒരുമിച്ച് ഈ പാട്ട് പാടുമ്പോൾ ആ ദൈവം നമുക്ക് ചെയ്ത എല്ലാ നന്മകളെ ഓർത്തെന്നും ആ നന്ദിയെ ഓർത്തെന്നും ദൈവത്തോട് സ്തോത്രം നമുക്ക് ഒരുമിച്ച് അർപ്പിക്കാം. അതുകൊണ്ട് ആ യേശു കർത്താവിൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഈ ആരാധനയുടെ പാട്ട് പാടുമ്പോൾ തന്നെ നമ്മൾക്ക് ദൈവം ചെയ്ത എല്ലാ നന്മകളും നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ഒരുമിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നന്മയോർത്തെന്നും ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോർത്തെന്നും, ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും ആരാധിക്കാം യേശു കർത്താവിനെ. ചേർന്ന് പാടാം. ആരാധിക്കാം യേശു കർത്താവിനെ. നമ്മെ സർവം മറന്നു തൻ സന്നിധിയിൽ മോദമോടുന്നു, നമ്മെ സർവം മറന്നു തൻ സന്നിധിയിൽ ധ്യാനത്തോടുന്നു, നമ്മെ സർവം മറന്ന് തൻ്റെ സന്നിധിയിൽ കീർത്തനങ്ങളാൽ ആരാധിക്കാം നമുക്ക് യേശു കർത്താവിനെ. സർവം മറന്ന് തൻ സന്നിധിയിൽ മോദമോടിന്ന്, നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ ധ്യാനത്തോടിന്ന്, നമ്മെ സർവം മറന്ന് തൻ സന്നിധിയിൽ കീർത്തനങ്ങളാൽ ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ.
ഞാൻ പൂർണ്ണനായി. നീ എൻ സർവ്വനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ഭാഗ്യവാൻ. നീ എൻ സർവ്വനീതിയും ആയിത്തീർന്നതാൽ ഞാൻ ധന്യനായി. ആരാധിക്കാം യേശു കർത്താവിനെ. സർവനീതിയും ആയിത്തീർന്നതാ ഞാൻ പൂർണ്ണനാ. നീ എൻ സർവനീതിയും ആയിത്തീർന്നതാ ഞാൻ ഭാഗ്യവാൻ. നീ എൻ സർവനീതിയും ആയിത്തീർന്നതാ ഞാൻ ധന്യനാ. ആരാധിക്കാം യേശു കർത്താവിനെ. ചേർന്ന് പാടാം. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ സ്തോത്രത്തോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്ദിയോടെന്നും. ആരാധിക്കുന്നു ഞങ്ങൾ നിൻ സന്നിധിയിൽ നന്മയോർത്തെന്നും. ആരാധിക്കാം യേശു കർത്താവിനെ. ആരാധിക്കാം യേശു കർത്താവിനെ. ചേർന്ന് പാടാം. ആരാധിക്കാം. ആരാധിക്കാം യേശു കർത്താവിനെ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പറയാൻ സാധിക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എപ്പോൾ ആരാധിക്കുവാൻ കടന്നു വരുന്നു അതെല്ലാം ദൈവത്തിന് ദിനം പ്രതി നന്ദി പറയുന്നവരായി തീരണം. അതുപോലെ സ്തോത്രം ചെയ്യുന്നവരായി തീരണം. ആ നന്മകളെ, ദൈവം ചെയ്ത ഓരോ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കണം. അതുകൊണ്ട് യേശു കർത്താവിനെ വീണ്ടും നമുക്ക് ആരാധിക്കുവാൻ ദിനം പ്രതി അവസരം ദൈവം തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരു ദൈവവചനത്തിൽ നിന്ന് ഞാൻ വായിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 12-14 മുതലുള്ള വാക്യങ്ങൾ. തമ്മിൽ സമാധാനമായിരിപ്പിൻ സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പിൻ നോക്കുവിൻ, തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവേഷ്ടം. എനിക്ക് തോന്നുന്നു ഈ പാട്ട് ഞങ്ങൾ പാടിയത് ഞാൻ ലൈവ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് ഇത് സെലക്ട് ചെയ്തത്. എന്നാൽ ഈ ദൈവചനത്തോട് ചേർന്ന് എന്നുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിന്ന് രാവിലെ ദൈവചനത്തിൽ നിന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വാക്യമാണ്. അതിനാധാരമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കളെ മിസ്രൈം ദേശത്ത് നിന്ന് വിടുവിച്ചപ്പോൾ ദൈവം അവരെടുത്ത് കനാൻ ദേശമായിരുന്നു അവർക്ക് അവകാശമായി, അല്ലെങ്കിൽ വാഗ്ദത്ത ദേശം കനാനായിരുന്നു. ആ ദേശത്ത് ചെല്ലുമ്പോൾ, ആ കനാലിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കടിഞ്ഞൂലായതൊക്കെയും ദൈവത്തിനായി വേർതിരിക്കണം. അത് അവരുടെ തലമുറ, വരും തലമുറ അവരോട് ചോദിക്കുമ്പോൾ എന്തിന് എന്ന് ചോദിക്കുമ്പോൾ അതിനെ യാഗം അർപ്പിക്കണം. കടിഞ്ഞൂല അതിനെ ഒക്കെയും, മൃഗങ്ങളായിക്കോട്ടെ കടിഞ്ഞൂലായ ഒക്കെയും യാഗം അർപ്പിക്കണമെന്ന് അവരോട് പറയുകയുണ്ടായി. എന്നാൽ അതെന്ത് എന്ന് ചോദിച്ചു.
അതിന് ഒരു ഉദാഹരണമല്ല, അത് ആ വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ പറയുന്നുണ്ട്. കാരണം മിസ്രൈം ദേശത്ത് കടിഞ്ഞൂൽ സംഹാരം ഉണ്ടായി. സംഹാരകൻ കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനത്തിലെ, അതായത് രക്തം കൊണ്ട് മുദ്രയിട്ട ആ വീടുകളിൽ, ഇസ്രായേൽ മക്കളുടെ വീടുകളിൽ മാത്രം സംഹാരകൻ കടക്കാതെ വിട്ടുപോയി. എന്നാൽ അതിന് ഒരു ഓർമ്മയ്ക്ക്, അതായത് കഠിന വേല ചെയ്തു. മിസ്രൈമിൽ ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു, കഠിന വേല ചെയ്തു. എന്നാൽ അവിടെ നിന്നും അത്രയും ആ കഷ്ടപ്പാടെല്ലാം സഹിച്ചു, ഒരുപാട് ബാധയുണ്ടായി. എന്നാൽ അതിൽ നിന്നെല്ലാം വിടുവിച്ച് തൻ്റെ ജനത്തെ ആരാധിക്കുവാൻ വേണ്ടി ഇസ്രായേൽ ജനത്തെ ദൈവം വിളിച്ച് വേർതിരിച്ചു ഓർത്ത് അവർ അത് ചെയ്യണം എന്ന് പറയുകയുണ്ടായി. കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ തലമുറയായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കടിഞ്ഞൂലിനെയൊക്കെ യാഗമർപ്പിക്കണം, ദൈവത്തിന് വേർതിരിച്ച് നിർത്തണം എന്ന് വായിക്കുകയുണ്ടായി. ആ വാക്യങ്ങളിൽ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ. എന്നാൽ പുതിയ നിയമത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇതിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതിൽ 3 സെക്ഷനായിട്ട് ഞാൻ തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അവരുടെ അടുത്ത് ഇസ്രായേൽ ജനത്തോട് ഉടമ്പടി, അല്ലെങ്കിൽ അവർക്കൊരു നിയമം കൊടുത്തതാണ്. നിങ്ങളെ വിളിച്ചു വേർതിരിച്ച് നിങ്ങളുടെ കനാൻ ദേശം, വാഗ്ദത്തമായെന്ന കനാൻ ദേശത്ത് എത്തുമ്പോൾ ആചരിക്കേണ്ട കാര്യങ്ങൾ, നിവർത്തിക്കേണ്ട കാര്യങ്ങൾ തലമുറയെ. എന്നാൽ നമ്മുടെ പുതിയ നിയമത്തിലെ യേശുവിനെ സ്വന്തം അല്ലെങ്കിൽ യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ നമുക്ക് വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചിരിക്കുകയാണ്. എന്നാൽ അത് കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ദൈവം നമുക്ക് നിയമമായിട്ട് തന്നിരിക്കുന്ന വാക്യമാണ് ഞാൻ ഈ വായിച്ചതിൽ കൊടുത്തത്. അതിൽ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ചുരുക്കമായിട്ട് 3 തരത്തിൽ തിരിക്കുവാനായിരിക്കുന്നു. ആദ്യമായിട്ട് തമ്മിൽ സമാധാനമായിരിക്കാൻ. പിന്നീട് ഇടയ്ക്കൊരു വാക്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു 2 സംഗതികൾ പറയുമ്പോൾ സമാധാനം. ഇന്ന് ലോകത്തിലേക്ക് സമാധാനമില്ലായിരുന്ന ലോകത്തിലേക്ക് സമാധാനം പുരുഷനായ യേശു, ദൈവപുത്രനായ യേശു ലോകത്തിലേക്ക് കടന്നു വന്നു, സമാധാനം നൽകി. സമാധാനത്തിൽ ഇല്ലായിരുന്ന അവസ്ഥയായിരുന്നു നമ്മൾ ഓരോ വ്യക്തികളും, അല്ലെങ്കിൽ നിങ്ങൾ സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം. എന്നാൽ നിങ്ങൾ യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുന്നു. അതുകൊണ്ട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തെ അറിഞ്ഞവർക്ക്, വാഗ്ദത്തത്താൽ യേശുവിനെ അറിയുമ്പോൾ നിങ്ങൾ തമ്മിൽ സമാധാനമായിരിക്കാൻ, അതുപോലെ എല്ലാവരും തമ്മിൽ നന്മ ചെയ്തുകൊണ്ടിരിക്കാൻ. ആ ഒരു സെക്ഷൻ അത് തമ്മിൽ ചെയ്യേണ്ടതാണ്. നമ്മൾ മറ്റുള്ളവരോട് സമാധാനമില്ലാത്ത അവസ്ഥയായിരിക്കാം, സമാധാനമില്ലാതെ പെരുമാറുന്ന അവസ്ഥയായിരിക്കാം. എന്നാൽ തമ്മിൽ സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനാണ് ദൈവം ഒന്നാമത് പറയുന്നത്. പിന്നീട് രണ്ടാമത്തെ കാര്യങ്ങളുണ്ട്. അത് പ്രവൃത്തിയിൽ നമ്മൾ ചെയ്യുവാനുള്ള കാര്യങ്ങളാണ്. ദൈവം യേശു മാതൃക നമുക്ക് കാണിച്ചു തന്ന കാര്യങ്ങളാണ്. നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന ക്രമം കൊട്ടവരെ ബുദ്ധി ഉപദേശിപ്പാൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാൻ, ബലഹീനരെ താങ്ങുവാൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പാൻ. യേശു അതാണ് ചെയ്തത്. ആര് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ യേശു നമുക്ക് മാതൃക ചെയ്ത് പ്രവൃത്തിയിലൂടെ ചെയ്ത് എന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അതായത് രോഗികളായവരെ സഹായിക്കാൻ, അല്ലെങ്കിൽ ബലമില്ലാത്തവരെ സഹായിക്കുവാൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാൻ, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുവാൻ, അതെല്ലാം നമുക്ക് പ്രവൃത്തിയിലൂടെ വരുത്തുവാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ സെക്ഷൻ. ഒന്നാമത്തെ സെക്ഷൻ തമ്മിൽ സമാധാനമായിരിക്കാൻ, തമ്മിൽ എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിക്കാൻ. ആ ഒരു സെഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സെക്ഷൻ ഞാൻ പറഞ്ഞു, ബലഹീനരെ താങ്ങുവാൻ. അങ്ങനെ പ്രവൃത്തിയിലൂടെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യമുണ്ട്. അത് ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു കണക്ഷനെ ബന്ധപ്പെടുത്തിയാണ് പിന്നീട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ, ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവം ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പഴയ നിയമത്തിലെ വാക്യം ഞാൻ വായിച്ചില്ല. അതിൽ പറയുന്നുണ്ട് ദൈവം അവർക്ക് നിയമം ചെയ്തു കൊടുത്ത്, അല്ലെങ്കിൽ ദൈവം അവരുടെ ഒരു ഉടമ്പടി കൊടുത്തതാണ്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പുതിയ നിയമത്തിൽ പറയുന്ന ഒരു കാര്യമാണ് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. ക്രിസ്തുയേശുവിൽ ആയിരിക്കുന്ന ഓരോ വ്യക്തി, ക്രിസ്തുവിനെ കണ്ടെത്തുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യമാണെന്ന് എപ്പോഴും സന്തോഷിപ്പാൻ. ഇത് നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷനുള്ള കാര്യം, ആ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സന്തോഷിച്ചു കൊണ്ടിരിക്കാൻ, ഇടവിടാതെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ, എല്ലാത്തിനും. ഹല്ലേലൂയ. അതാണ് നമ്മളെക്കുറിച്ചുള്ള ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം. അപ്പോൾ നമുക്ക് ഈ പുതിയ നിയമത്തിലൂടെ യേശു വന്ന ശേഷം നമുക്ക് തന്ന ആ ഒരു നിയമമാണ് ഞാനിപ്പോൾ
പറഞ്ഞ കാര്യങ്ങൾ ഞാനത് 3 സെക്ഷനായിട്ട് തിരിച്ചു. തമ്മിൽ ഐക്യതയോടെ സമാധാനത്തോടെ ഇരിക്കുവാൻ. രണ്ടാമത്തേത് ഉൾക്കരുത്തില്ലാത്തവരെ അല്ലെങ്കിൽ ബലഹീനര മനുഷ്യരെ എല്ലാം നമുക്ക് സഹായിക്കുവാൻ, താങ്ങുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, ധൈര്യം കൊടുക്കുവാൻ സഹായിക്കണം. 3-ാമത്തെ സെക്ഷൻ ദൈവവും നമ്മളുമായിട്ടുള്ള ആ ഒരു കൂട്ടായ്മ, എപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കുക, ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാൻ, ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുവാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഈ ദൈവ ഇഷ്ടം, ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം എന്ന് പറയുന്ന പുതിയ നിയമത്തിൽ തന്നിട്ടുള്ള പൗലോസ് എഴുതിയ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. എന്നാൽ അത് ദൈവഹിതപ്രകാരം ദൈവ ഇഷ്ടം എങ്ങനെയെന്ന് പുതിയ നിയമത്തിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈ ഒരു തീരുമാനത്തോടുകൂടെ നമ്മുടെ ജീവിതം മുന്നേറാം. ആ ഇസ്രായേൽ മക്കൾ, അവർക്ക് കനാൻ ദേശം വാഗ്ദത്തമായി കൊടുത്തു. അവരത് അനുസരിച്ചെങ്കിൽ നമ്മൾ ഇന്ന് ഹല്ലേലൂയ ആ സ്വർഗീയ നാട്, നമുക്ക് സ്വർഗീയ ആ അവകാശം നമുക്ക് വേണ്ടി ഓരോ വ്യക്തികളെ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും യേശു സ്നേഹിക്കുന്നു. നിങ്ങൾ സമാധാനമില്ലായിരിക്കുന്ന വ്യക്തികളായിരിക്കും, എന്നാൽ ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങൾ യേശുവിനെ കണ്ടെത്തുവാൻ, യേശുവിൻ്റെ സമാധാനം നിങ്ങൾ പ്രവർത്തിക്കപ്പെടുവാൻ, അതുപോലെ ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാൻ യേശു നിങ്ങളെ സഹായിക്കും. അതുപോലെ ദൈവത്തോടുള്ള കണക്ഷൻ എപ്പോഴും സന്തോഷത്തോട് കൂടിയിരിക്കാൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാത്തിനും നമുക്ക് സ്തോത്രം കൊടുക്കാൻ, ദൈവത്തോട് ആരാധന കൊടുക്കുവാൻ ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഒരു തീരുമാനത്തോടുകൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജോബിൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. വൈകുന്നേരം കടന്നുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഞങ്ങൾ പാടിയ പാട്ടുകൾ, പറഞ്ഞ വചനങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അനേകം നന്മയുള്ള ദൈവം സഹായിക്കണം. അതിന് ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വൈദ്യത്തോളം കൂടുതൽ കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയായി ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ പാടുന്ന ഓരോ പാട്ടുകളും നിങ്ങൾക്ക് ആശ്വാസമായി തീരട്ടെ, അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസം ചെയ്യുന്ന ലൈവ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുന്നുണ്ട്, അത് ഞങ്ങൾക്കറിയാം. എന്നാൽ വീണ്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഓരോ ലൈവും ഞങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനും നിങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രത്യാശയോടെ ഇന്നത്തെ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരുകൾ കൂടെ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റർ ജിൻസി, ശോഭൻ, പാസ്റ്റർ ലിജോ കെസാം, സിസ്റ്റർ അക്ഷിത, പാസ്റ്റർ ബിജു സാമുവൽ, സിസ്റ്റർ രേഖ, സിസ്റ്റർ ജിൻസി, ഷിജു, എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഇത്ര നേരം വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങൾ ലൈവ് ചെയ്യുമ്പോൾ ലൈവ് എഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. ചിലപ്പോൾ നെറ്റ്വർക്കെല്ലാം എറർ ഉണ്ടായാലും ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും ഞങ്ങളുടെ ഇലക്ട്രിസിറ്റിയുടെ തടസ്സമോ വലുതായിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഞങ്ങളുടെ ലൈവിൽ വരുവാൻ സാധിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്, ദൈവം സഹായിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഓരോ ദിവസവും ലൈവ് ചെയ്യുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് എന്ന ചെറിയ സംഗതികളായാലും അത് ദൈവനാമത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുവാൻ ഇടയാക്കി തീർക്കുകയാണ്. നിങ്ങൾ ഇതിൻ്റെ സെറ്റിങ്സ് ഒന്നും നിങ്ങൾ കാണുന്നില്ല. ചെറിയ ഒരു സെറ്റപ്പിലാണ് ഇത് ചെയ്യുന്നത്. മിക്സിങ് ചെയ്യുന്നത് ഒരിക്കലും മിക്സറിലൂടെ അല്ല, ഞങ്ങൾ ലാപ്ടോപ്പിൽ തന്നെ ഉള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെയാണ് മിക്സിങ് ചെയ്യുന്നത്. അതുപോലെ ക്യാമറ എഡിറ്റിങ് ചെയ്തതും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ലൈവിൽ വരും. ഞങ്ങളുടെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ ലൈവ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും അത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജുണ്ട്, അത് ലൈക്ക് ചെയ്യുക. ഞങ്ങൾ ഓരോ ആഴ്ചയും ഞങ്ങൾ ടീമായിട്ട് ചെയ്യുന്നുണ്ട് അതിൽ ലൈവിൽ. അതുപോലെ പേജുകളിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, അതെല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാം മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ ഇന്നത്തെ ലൈവ് കൂടെ സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.